Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതെല്ലാവരും കണ്ടു കാണുമല്ലോ. മാങ്ങ കൊണ്ട് പൾപ്പുണ്ടാക്കി നമുക്ക് കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കാം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക. നല്ല ഈസിയാണ്. നമുക്കിപ്പോൾ ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയമാണ്. അപ്പോൾ അത് തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളിത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പീസ് ഇത് പിന്നീട് അത് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ആ മാംഗോ പൾപ്പ് വെച്ചിട്ട് ഒരു മാങ്ങ അട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ചക്ക കൊണ്ടൊക്കെ അട ഉണ്ടാക്കില്ല, അതുപോലെ ഒരു മാങ്ങ അടയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. മാങ്ങ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മാങ്ങ അടയും ഇഷ്ടപ്പെടും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ മാങ്ങ അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സ്പെഷ്യൽ മാങ്ങ അട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ മാങ്ങ അട ഉണ്ടാക്കാനായിട്ട് ഞാൻ ആവശ്യത്തിന് വാഴയില എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഇതുപോലെ നീളത്തിൽ വാഴയില കീറിയെടുക്കുക. അതിനുശേഷം വേണ്ടത് നമുക്ക് മാംഗോ പൾപ്പാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മാംഗോ പൾപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിലൊന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ പൾപ്പാക്കിയത് കൊണ്ട് കുറച്ച് തിക്കാണ്, കുഴപ്പമില്ല. നിങ്ങൾ ലൂസായിട്ടാണ് എടുക്കുന്നതെങ്കിലും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിലൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ മതിയാവും. അടയ്ക്കുള്ള പൊടി കുഴയ്ക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം കുറച്ച് ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാവ് കുഴയ്ക്കാനായിട്ട് ആവശ്യമായത്രയും വെള്ളം വേണം. അത് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കുക. നമുക്കെപ്പോഴും പത്തിരിക്കും ഇടിയപ്പത്തിനുമൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല തിളച്ച വെള്ളം വേണം. അതിലാവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, വറുത്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഏകദേശം 1.25 കപ്പോളം തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 3-4 ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിന് എടുക്കുക. കൃത്യമായ അളവൊന്നും പറയുന്നില്ല. ഇനി നമുക്കിതൊന്ന് മാവ് റെഡിയാക്കി എടുക്കണം അടയ്ക്കുള്ളത്. ഇപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മാംഗോ പൾപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പകുതിയോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പിൻ്റെ പകുതിയോളം ഈ അരിപ്പൊടിക്കകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമേ ഇത് മാംഗോ പൾപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപ്പും വെള്ളവും കൂടെ കലക്കി വെച്ചിട്ടില്ല, നല്ല തിളച്ച വെള്ളം. അപ്പോൾ അത് മാംഗോ പൾപ്പ് ചേർത്തതിന് ശേഷം മാത്രം പോരാത്ത വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് മാവാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ മാംഗോ പൾപ്പ് ചേർക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അയഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് മാവ്. അപ്പോൾ ആദ്യം നമ്മൾ ഏലക്കാപ്പൊടിയും മാംഗോ പൾപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരാത്ത തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം തിളച്ച വെള്ളമല്ലേ, അപ്പോൾ ചൂടുണ്ടാവും. അതുകൊണ്ട് കൈ പൊള്ളുന്നതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ചൂടൊന്ന് അഡ്ജസ്റ്റായി നമ്മുടെ കൈയിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന പരുവാകുമ്പോഴേ കുഴയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ കൈ പൊള്ളും. പിന്നെ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചും ഈ അട ഉണ്ടാക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് അട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചൂടുവെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നോർമലായിട്ടുള്ള വെള്ളം, പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് അട കൂടുതൽ സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണയോ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ എങ്ങാനും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ അട നല്ല സോഫ്റ്റാണ്. എങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഫ്ലേവർ കൂട്ടണം എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമുക്കും ഇതുപോലെ മാവ് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് അടയുടെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് റെഡിയാക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള നെയ്യാണിത്, നല്ല ടേസ്റ്റുള്ള നെയ്യാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒത്തിരി അങ്ങ് ഇട്ട് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ആ നെയ്യിൽ കിടന്നൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അതൊന്ന് സോട്ടായി വന്നാൽ മാത്രം മതി. ഇനി അതിനകത്തേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പൾപ്പുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നല്ല മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ മാംഗോ പൾപ്പ് സാധാരണ നമ്മുടെ ചക്ക അട ഉണ്ടാക്കുമ്പോൾ ഒരു പുളിപ്പൊന്നും അധികം വരില്ല. പക്ഷെ മാങ്ങ അടയ്ക്ക് മാങ്ങയുടെ ഒരു ചെറിയ പുളിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്ത പൾപ്പാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അട പരത്താനായിട്ട് തുടങ്ങാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയില ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. നമ്മുടെ കയ്യിലും കുറച്ച് തടവുക. അതിനുശേഷം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് തടവാം. പക്ഷേ സൺഫ്ലവർ ഓയിലൊന്നും വേണ്ട. നാടൻ ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഇതുപോലെ കുറച്ച് മാവെടുത്ത് നമുക്ക് അട പരത്തുന്ന പോലെ തന്നെ തിൻ ലെയറായിട്ട് കൈകൊണ്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങ് സൈഡിലേക്കൊന്നും എഡ്ജിലേക്കൊന്നും പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടയുടെ പുറത്തേക്ക് ഇത് ഫില്ലിങ് ചാടി പുറത്തേക്ക് വരും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നല്ല ഷേപ്പാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇല മടക്കി ഇതുപോലെ അടച്ചു വയ്ക്കാം. ഒന്ന് സൈഡൊക്കെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ എഡ്ജിൽ കൂടെ ഒന്ന് നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് വരാതെ നല്ല ഷേപ്പായിട്ടുള്ള അട നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 5 അടയ്ക്കുള്ള മാവാണ് എനിക്ക് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ നിങ്ങൾ എത്ര അട വേണം എന്നുള്ളതിനനുസരിച്ച് മാവിൻ്റെയും ഫില്ലിങ്ങിൻ്റെയൊക്കെ അളവ് കൂട്ടുക. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഫില്ലിങ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഫില്ലിങ് വെക്കാനൊക്കെ. അത് ചിലർക്ക് കൂടുതൽ ഫില്ലിങ് ആവുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് വെച്ചാൽ മതി. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഫില്ലിങ്ങിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എല്ലാ അടകളും നമുക്ക് ഇതുപോലെ പരത്തി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അട വേവിക്കാനായിട്ട് ഒരു സ്റ്റീമർ എടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുകളിലേക്ക് നമുക്ക് ഇതുപോലെ തട്ട് വെച്ചിട്ട് എല്ലാ അടയും ഒന്നിനു മേലെ ഒന്നായിട്ട് നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം. ഒന്നിനു മേലെ ഒന്നാക്കി അടുക്കി വെച്ച് കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചും ആവി കയറ്റി വേവിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും കുറയാതെ വേണം നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. ഇത് വെന്തോ ഇല്ല എന്നറിയണമെങ്കിൽ ഇലയൊന്ന് പൊക്കി നോക്കിയാൽ എല്ലാ ഇലയുടെയും അടിവശത്തും ഒക്കെ നന്നായിട്ട് ഇല വാടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം വെന്തു എന്ന് നമുക്ക് ഉറപ്പിക്കാം, താഴത്തേക്കുള്ളതും ഒക്കെ. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് പൊക്കി നോക്കിയാൽ എല്ലാ ഇലയും വാടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാങ്ങ അട റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തോന്നൊക്കെ ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങയട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ മാങ്ങയടയും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചക്കയട പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്